ഹായ്, ഇന്ന് ഞാൻ എൻ്റെ അടുത്തൊരു ആദരവിന് വേണ്ടി പോവാട്ടോ. എനിക്ക് ഈ ഒരു ആദരവ് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് തോന്നും. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ എന്താ ഈ സംഘടന എങ്ങനെയാടാ പറയണ്ടേ, എങ്ങനെയാടാ മോനെ നീ ഒന്ന് പറയാമോ എങ്ങനെയാ? IBO എന്ന് പറയുന്നത്, അതിനകത്ത് കൂടുതലും വരും നമ്മുടെ എക്സ് സർവീസിൽ നിന്നിട്ടുള്ള ആർമിയിൽ നിന്നിട്ടുള്ള ആൾക്കാരും അല്ലേ, എല്ലാവരും കൂടെ ഉള്ള ഒരു സംഘടനയാണ്. അതിനകത്തുനിന്ന് ഒരു ആദരവ് എനിക്ക് കിട്ടുക എന്ന് പറയുമ്പം ഏറ്റവും വലുതല്ലേ. ഇത് ഞാൻ പഠിച്ച സ്കൂളൊക്കെ കേട്ടോ, ഇപ്പുറം അതാണ് മോഡൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. +2 വരെ മോഡൽ സ്കൂളിലാണ്. ഞങ്ങളുടെ റോഡാട്ടോ, ഞങ്ങളുടെ എന്ന് പറയാൻ ഞങ്ങൾ പോകുന്ന റോഡായതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങളുടെ എന്നൊക്കെ എൻ്റെ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പോയ വഴികളും ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് മറക്കാനൊക്കെ ഇല്ലല്ലോ ഈ വഴിയൊക്കെ കാണുമ്പോൾ. ഞാൻ പഠിച്ച സ്കൂൾ ഇതാട്ടോ. ഗേൾസ് അപ്പുറത്ത് ഗേൾസിൽ പഠിച്ച് 10 വരെ, അത് കഴിഞ്ഞ് +2 +1 നമ്മുടെ മോഡൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഡിഗ്രി MSN കോളേജിലാണ് പഠിച്ചത് കേട്ടോ. കായംകുളം MSN കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ IT കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ വനിതാ IT ആണ്, കൊല്ലം വനിതാ IT. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, അപ്പൊ ഇന്നത്തെ ആദരവിന് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ്. ഞാൻ എന്താണ്ട് ശ്രീകുട്ടനുണ്ട് എന്നോടൊപ്പം, ശ്രീകുട്ടനെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു നീ കൂടെ വാടാന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂടെ കൂട്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഈ ആദരവ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റിട്ടയർഡ് ആർമി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആർമിയോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ നമുക്ക് എല്ലാവർക്കും ഇല്ലേ. നമ്മുടെ നാടിന് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ അല്ലേ അവരൊക്കെ എന്ന് പറയുമ്പോൾ, അവരൊരു ആദരവ് തരാൻ നമ്മളെ ക്ഷണിക്കാന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ അങ്ങ് ചെന്നിട്ട്, നിങ്ങൾക്ക് നല്ല മഴയുണ്ട് കേട്ടോ, ഭയങ്കര മഴയത്താണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ചെന്നിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് അയക്കാം. കാരണം നമുക്കൊരു സന്തോഷമാണ് ഈ ഒരു എന്താ പറയാ, ഇതൊക്കെ കിട്ടുക എന്ന് പറയുമ്പം വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ നമുക്കൊക്കെ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം പോലും കാണാത്ത കുറെ കാര്യങ്ങള് ആദരവൊക്കെ കിട്ടുക എന്ന് പറയുമ്പം, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസിലും ഡാൻസിലും ഒക്കെ കയറിയിട്ടുണ്ട്. അതൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഓരോ സർട്ടിഫിക്കറ്റും എൻ്റെ പരിപാടിയിലൊക്കെ കയറിയിട്ടുള്ള ഓരോന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക അത് ഓരോന്നും. അങ്ങനെ ഈ ഒരു ആദരവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് നമ്മളുടെ കരുനാഗപ്പള്ളി പള്ളി. നിങ്ങൾക്ക് ഒരു എത്തപ്പെട്ട ദൂരത്തുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും, ഇവിടുത്തെ ഒരു ഫേമസ് പള്ളിയാട്ടോ. ഞങ്ങളുടെ ശേഖമാരുടെ പള്ളി എന്നൊക്കെ ഇതിന് പറയും, കരുനാഗപ്പള്ളി പള്ളി. ഒരുപാട് എത്രയോ നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹലിന്റെ അതേ ഒരു മോഡലിൽ പണിഞ്ഞിരിക്കുന്ന പള്ളിയാണ്. ഒരുപാട് ഒത്തിരി വെള്ളിയും വ്യാഴവും ഒക്കെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ കാണാനായിട്ടൊക്കെ വരുന്നത്. പള്ളി എല്ലാ മതപരമായ എല്ലാ ആൾക്കാരും ഉൾപ്പെടും അതിനകത്ത്. എല്ലാവരും വരും, മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും എല്ലാവരും ആ പള്ളി കാണാറുണ്ട്, വരാറുണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചുമ്മാ കാണാൻ തന്നെ ഒരു രസമല്ലേ പള്ളി കാണാൻ തന്നെ. അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, പോകുന്ന വഴിയൊക്കെ നിർത്തി കാണാറുണ്ട്. പള്ളി കഴിഞ്ഞു. ഇനി ഞാൻ ഓച്ചിറ വെച്ചിട്ടാട്ടോ ആദരവ്. ഓച്ചിറ പരബ്രഹ്മ ആണോ, പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആദരവ്. സത്യത്തിൽ ഞാൻ പോകാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചതല്ല, കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ആദരവാണ്, നമ്മളെ ക്ഷണിച്ചതാണ്, അപ്പോൾ പോവാതിരുന്ന അതൊരു വിഷമമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ടൈം കഴിഞ്ഞു. ഇനി എന്തുവാന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അവാർഡ് മേടിക്കാനായിട്ട് പോകും കേട്ടോ. എന്തുവാന്ന് നമുക്ക് ചെല്ലുമ്പോഴറിയാം എങ്ങനായിരിക്കും എന്ന്. കാണാം. Then we have a personality. A lady whom I was talking just now. ഞാൻ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഈ സമൂഹത്തിൽ ഞാൻ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി താലൂക്കിൽ വളരെ ചെറിയ രീതിയിലൊരു സംരംഭം ആരംഭിച്ച് ഇന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആദരിക്കുന്നുണ്ട്. എന്തായാലും മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. കരുനാഗപ്പള്ളിയുടെ ഒരു കൊച്ചു കടമുറിയിൽ നിന്ന് ഈ വിശാലമായ ലോകത്തിലേക്ക് പല ശാഖകളോടുകൂടി എത്തിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. കാലഘട്ടത്തിൻ്റെ കലണ്ടർ താളുകൾക്ക് അപ്പുറം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൻ്റെ ബിസിനസ് മാജിക്കായി മാറ്റിയ യുവ സംരംഭം
പഠനത്തോടൊപ്പം ഒരു തൊഴിൽ എന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പേ നടപ്പിലാക്കിയ വനിതാ സംരംഭക. കേവലം വയസ്സ് ഞാൻ പറയുന്നില്ല, വളരെ യങ്ങാണ്, 10-20 വയസ്സിനകത്തുള്ളതേ ഉള്ളൂ, വയസ്സ് കൂടുതൽ പറയുന്നില്ല. ലോകം അറിയപ്പെടുന്ന ഒരു സുറുമ ഡിസൈനർ ഹബ്ബ് ആൻഡ് വെഡ്ഡിംഗ് സെൻറ്റർ എന്ന സ്ഥാപനം സ്ഥാപിച്ച് അതിൻ്റെ സാരഥിയായി ഭർത്താവിൻ്റെ കൈപിടിച്ച് ജനഹൃദയങ്ങളിൽ കയ്യൊപ്പ് പതിപ്പിച്ച സാധാരണക്കാരി. പുതിയ മുറി കടയിൽ നിന്നും തുടങ്ങി ഇന്ന് കാണുന്ന നിലയിൽ കരുനാഗപ്പള്ളി എനിക്കറിയാം വളരെയധികം മൾട്ടി സ്റ്റോറി ഒരു ബിൽഡിങ്ങിനകത്ത് വളരെ വിശാലമായ ഒരു ഷോറൂമാണ്. സംസാരിക്കാൻ ഞാൻ എന്തോ പറയണം. Thank you. ഞാൻ കേട്ടിട്ടുണ്ട്, ആളെ കണ്ടിട്ടില്ല. എന്താണ് ഞങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയും ഞാൻ വിളിക്കുന്നുണ്ട്, സാറിന് മെസ്സേജ് അയക്കുന്ന മൊത്തം ഞാൻ എനിക്ക് സംസാരിക്കണം. സാർ ഇതുപോലെ സംസാരിക്കണമെന്ന് നിർബന്ധിച്ചത് കാരണം എന്താണ് എനിക്ക് ഇങ്ങനെ വേദിയിലൊന്നും സംസാരിച്ചധികം പരിചയമില്ല സാറ്. പക്ഷെ ഈ ഒരു വേദിയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ഇങ്ങനൊരു ആദരവിനാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ കയറി ഇരുന്നപ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തികളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം വേറെ എന്തിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയാലും എനിക്ക് ഇത്രയും ഒരു ഹാപ്പി ആവില്ല. ഇവിടെ നിന്നും സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയതിൽ, കാരണം ഒരുപാട് ഇന്ത്യക്കകത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഹിന്ദി ബീഹാറൊക്കെ അല്ലേ സാറേ, ബീഹാറിൽ നിന്നും പുറത്തുനിന്നുള്ള ഒരുപാട് പേരുണ്ട്. ഒറീസ, എൻ്റെ ഈ മലയാളം ഇവർക്ക് മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. തെലുങ്കാന എന്നുണ്ട്, ഒറീസ എന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും ഈ വ്യക്തികളുടെ മുമ്പിൽ അത്യാവശ്യം എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ മാമുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. ഹിന്ദി അത്യാവശ്യം എൻ്റെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഭാഷയായതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഹിന്ദി സംസാരിച്ച് മാമുമായിട്ട് നല്ലൊരു കൂട്ടായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ഈ ഒരു അവാർഡ് തന്നതിനും ഒരുപാട് സന്തോഷം സാർ. ഓക്കെ, നല്ല കൈയ്യടി കൊടുത്ത എല്ലാവരും. തിരിഞ്ഞു പോകുന്ന സമയത്താട്ടോ അതാ അവളുമാര് പൊക്കിക്കൊണ്ട് വരും ഒരു ഫോട്ടോ എടുക്കണം. ബാക്കി എല്ലാവരും ഉണ്ടോ അകത്ത്? അപ്പൊ എല്ലാരെയും കൂടെ വിളിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. എല്ലാരെയും ഫോട്ടോ എടുത്തിട്ട് പോകാം. വീണ്ടും തിരിച്ചു കയറിയതാട്ടോ അവാർഡ് വാങ്ങിയിട്ട്. വിളിക്കണം മോളെ എല്ലാരും. വേദി നിന്നിട്ട് കണ്ടോ പോയ എന്നെ പിടിച്ചോണ്ട് വന്നാണ്ട് ഇത്രയും നല്ല സുന്ദരി ഒരുങ്ങി നല്ല അല്ലേ, പ്രതി സെറ്റ് മുണ്ടൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു ഫീൽ അല്ലേ കാണാനായിട്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി, അതിന്റെ ഇടയ്ക്കാണ് സൗണ്ട് എന്നിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഒത്തിരി സന്തോഷടാ. അപ്പൊ ഷോപ്പ് ഒരു ദിവസം കാണണം, ഷോപ്പിലെല്ലാവരും തീർച്ചയായിട്ടും വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യും, വരുമ്പോ എന്നെ വിളിക്കണം, ഞാൻ അവിടെ കാണും. ഓക്കേടാ. ഈ ഒരു ഇത് ഇങ്ങനെ ശരത്ത് കിടക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഫീലിങ്സ് അല്ലേ. ഇതിന്റെ ഒരു വിലയെന്ന് പറയുന്നത് വല്ലാത്തതല്ലേ. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ടീമിൽ നിന്ന് എനിക്ക് ഈ ഒരു ആദരവ് തന്നത്. ഒത്തിരി സന്തോഷം. അപ്പൊ ഞങ്ങള് കഴിഞ്ഞിട്ട് പോവാണ്. ഒരുപാട് സന്തോഷം. സാർമാരെല്ലാവരും കൂടെ ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സാർ വരുവാണെങ്കിൽ നമുക്ക് അന്നേരം വീഡിയോ എടുക്കാം. ഇനി പോവാം. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒരുപാട് ഹാപ്പി എനിക്ക്. കാരണം ഇത്രയും എന്താ പറയാ, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നല്ല പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും ആർമിയിൽ ഉദ്യോഗസ്ഥരുടെ ഒക്കെ കയ്യിൽ നിന്ന് അവരോട് എല്ലാം കമ്പനിയായി ബീഹാറിൽ നിന്ന് വന്നിട്ടുണ്ട്, ഛത്തീസ്ഗഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഒത്തിരി സാർമാരും ഇവരൊക്കെയായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇവരെല്ലാം എൻ്റെ ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഇവർ പരിപാടി ഇത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം അവരോട്. പ്രത്യേകിച്ച് എന്താ പറയാ, IVOയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. എന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സെലക്ട് ചെയ്തല്ലോ. ഇത്രയും കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു ആദരവ് തന്നതിൽ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിലേക്ക് ലേഡീസായിട്ട് എന്നെ അങ്ങനെ ഒരു രീതിയിൽ സെലക്ട് ചെയ്തല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവരോടും എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും നന്ദി പറയുന്നു. ഓക്കെ, ബൈ.